ഏറ്റുമാനൂരിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് അടിയന്തരമായി 5-അംഗ ട്രാഫിക് കൺട്രോൾ യൂണിറ്റ് ആരംഭിക്കണമെന്ന് ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി നടത്തിയ ട്രാഫിക് ബോധവൽക്കരണ സെമിനാറിൽ അഭിപ്രായം ഉയർന്നു. നിലവിലെ പോലീസ് സംവിധാനത്തിന് ഏറ്റുമാനൂരിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുവാൻ കഴിയില്ലെന്നും യോഗം വിലയിരുത്തി. ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ട്രാഫിക് ബോധവൽക്കരണ ക്ലാസും ചർച്ചയും നഗരസഭാ ചെയർമാൻ ടോമി പുളിമാൻ തുണ്ടം ഉദ്ഘാടനം ചെയ്തു. എൻ്റെ മനസ്സിലുള്ള ഒരു ആശയമാണ്, അതായത് മുനിസിപ്പാലിറ്റിയുടെ ഇതിൽ ഞാൻ പല കാര്യങ്ങളും നേരത്തെ ആദ്യമേ ചെയർമാൻ എൻ്റെ ഇവിടെ പറഞ്ഞിരുന്നതാണ്, ഒരു വികസന സെമിനാർ ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിനകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത്. ഇതെല്ലാം ആ വികസന അടുത്ത കമ്മിറ്റിയിൽ അത് പാസ്സാക്കിയിട്ട് നിങ്ങളെല്ലാവരും എല്ലാ ബിസിനസ് നഴ്സുകളും മതസ്ഥാപനങ്ങൾ, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ തുടങ്ങി എല്ലാ സ്ഥലങ്ങളും ഇവിടുത്തെ നമ്മുടെ മുനിസിപ്പാലിറ്റി പ്രഗത്ഭരായ ആൾക്കാരെ ഉൾപ്പെടുത്തി ഒരു വികസന സെമിനാർ ഈ മാസം തന്നെ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇതിൽ വരുമ്പോൾ ഈ എല്ലാ കാര്യങ്ങളും രാജീവ് പറഞ്ഞ നിങ്ങളൊരു കത്തായിട്ട് തരുവാണെങ്കിൽ അതും സമയത്ത് ചെയ്യുന്നതായിരിക്കും. നമുക്കിവിടെ ഒരു ഫയർ സ്റ്റേഷനും ഒരു ട്രാഫിക്കിൻ്റെ വളരെയേറെ അത്യാവശ്യമാണ്. യോഗത്തിൽ ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ മാത്യു വാക്കത്തുമാലി, വിപിൻ സണ്ണി, വിപിൻ ബാബു, മേരിക്കുട്ടി ജോസഫ്, ടി മോഹൻദാസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടക്കൽ, പോലീസ് ഓഫീസർമാരായ സുനിൽ കുര്യൻ, CT റെജിമോൻ, വ്യാപാരി വ്യവസായ സമിതി സെക്രട്ടറി MK സുഗതൻ, അഭിലാഷ് കുര്യൻ, വിഷ്ണു ചെമ്മുണ്ടവള്ളി, സജി പിച്ചക്കശ്ശേരി, VM തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.